ഇന്ന് ഡിസ്കൗണ്ടിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഡിസ്കൗണ്ട്? അതുപോലെ തന്നെ ഒരു 2 ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്സിനെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഡിസ്കൗണ്ട് എന്താണെന്ന് ഡെഫിനിഷൻ ബേസ് ഒക്കെ നോക്കുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് നമ്മൾ ഒരു കടയിൽ പോയി ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ അവിടുത്തെ പ്രൈസ് ടാഗ് നമ്മൾ അവിടുത്തെ പ്രൈസ് ടാഗ് എടുത്തു ആ പ്രോഡക്റ്റിൻ്റെ. സോ അതിലൊരു $7,500 ആണ് കാണിച്ചിരിക്കുന്നത്. $7,500 പ്രൈസ് ടാഗിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ പറയുന്നു അതിനെന്തുണ്ട്, 20% ഓഫ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു 20% ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു പ്രൈസ് ടാഗ് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ടാഗിൽ ഫിക്സ് ചെയ്തേക്കുന്ന വില, അതാണ് ഈ 7,500 എന്ന് പറയുന്നത്. അതായത് ഇവരിപ്പോൾ ഈ പ്രൈസ് ടാഗിൽ കറൻ്റ്ലി ഇട്ടിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ്. ഈ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $7,500 ആണ്. ആക്ച്വലി ഇതിന് $5,000 കോസ്റ്റ് ആയിട്ടുള്ളൂ. അതായത് $5,000 വാല്യൂ ഉള്ള സാധനമാണ് ഞാനിവിടെ $7,500 എന്ന് പറഞ്ഞ് ഇട്ടിരിക്കുന്നത്. സോ ഇവിടെ പറയുന്നുണ്ട് ഡിസ്കൗണ്ട് 20% ആണെന്ന്. എന്തിൻ്റെ 20%? ഈ $7,500ൻ്റെ 20%. സോ 7,500 × 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1,500 ആണ്. സോ ഈ $1,500 എന്ത് ചെയ്യണ്ട, നമ്മൾ പേ ചെയ്യണ്ട. സോ $7,500 $1,500 പേ ചെയ്യണ്ട. പകരം നമ്മൾ എത്ര പേ ചെയ്താൽ മതി? $6,000 പേ ചെയ്താൽ മതി അല്ലേ? സോ ഇപ്പം സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്തു, നമ്മൾ ആദ്യത്തെ ഇനീഷ്യലി നമ്മുടെ മാർക്കറ്റ് പ്രൈസ്, അതായത് ഫസ്റ്റ് നമ്മൾ ആ ടാഗിൽ ഉണ്ടായിരുന്ന സെല്ലിംഗ് പ്രൈസ് ആയിട്ടുള്ള 7,500 എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലേ? ഇപ്പൊ കറൻ്റ്ലി ഉള്ള സെല്ലിംഗ് പ്രൈസ് എത്രയായി? $6,000 ആയി. സോ ഇതാണ് ആക്ച്വലി ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ വന്ന കുറവ്. അതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുക. ഡിസ്കൗണ്ട് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ സെല്ലിംഗ് പ്രൈസ്. ഈ ഡിസ്കൗണ്ട് 2 ടൈപ്സ് ആണുള്ളത്. ഒന്ന് ട്രേഡ് ഡിസ്കൗണ്ട്, രണ്ടാമത്തത് സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ നമ്മളിതിനെ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയാറുണ്ട്. സോ ഈ 2 ഡിസ്കൗണ്ട്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം വിത്ത് ആൻ എക്സാമ്പിൾ ആൻഡ് ഇതിൻ്റെ ജേർണൽ എൻട്രീസും നോക്കാം. ഫസ്റ്റ് വൺ ആണ് ട്രേഡ് ഡിസ്കൗണ്ട്. സോ ഈ ട്രേഡ് ഡിസ്കൗണ്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മളൊരു ഷോപ്പിലേക്ക് പോവുകയാണ്, ഒരു ക്ലോത്തിങ് സ്റ്റോറിലേക്ക് പോവുകയാണ്. എൻ്റെ ബിസിനസ്, അതായത് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, ക്ലോത്ത് പർച്ചേസ് ചെയ്ത് എൻ്റെ കടയിൽ കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്നിട്ട് അത് എൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കും. ഇതാണ് ഞാൻ ചെയ്യുന്ന പരിപാടി. അപ്പം ഞാൻ ഈ ക്ലോത്തിങ് സ്റ്റോറിലേക്ക് പോയിട്ട് ഞാൻ അവിടെ ഡ്രസ്സൊക്കെ നോക്കുക. അപ്പോൾ അവിടെ ഷർട്ട് ഉണ്ട്. അപ്പം ഞാൻ ഷർട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ഒരു ഷർട്ട് പ്രൈസ് എന്ന് പറയുന്നത് $100 ആണ്. $100 ഈച്ചാണ് ഓരോ ഷർട്ടിങ്. അപ്പം എന്നോട് കടക്കാരൻ പറയുവാണ്, ഞാൻ സ്ഥിരമായിട്ട് സാധനം വാങ്ങുന്നത് ഈ ക്ലോത്തിങ് സ്റ്റോറിൽ നിന്ന് തന്നെയാണ്, നമുക്ക് ABC എന്നിടാം. സോ ഞാൻ സ്ഥിരമായിട്ട് ക്ലോത്ത്സ് പർച്ചേസ് ചെയ്യുന്നത് ഈ ABC ക്ലോത്തിങ് സ്റ്റോറിൽ നിന്നാണ്. അപ്പോൾ ഇവർക്ക് എന്നെ നല്ലപോലെ അറിയാം, ഞാൻ സ്ഥിരമായിട്ടുള്ളൊരു കസ്റ്റമർ ആണല്ലോ. സോ അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, നിങ്ങൾ 10 ഷർട്ട്സ് പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് 10 ഷർട്ട് പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാനൊരു 20% ഓഫ് പ്രൊവൈഡ് ചെയ്യാം, ഞാനൊരു 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് തരാമെന്ന് ആര് പറഞ്ഞു? ഈ ABC ക്ലോത്തിങ് സ്റ്റോർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്യും, കൊള്ളാലോ പരിപാടി. നമുക്ക് 10 ഷർട്ട് നമ്മൾ നോർമലി പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ എത്രയാവുമായിരുന്നു? 10 × 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1,000 ആകുമായിരുന്നു. എനിക്കിവിടെ എന്ത് ചെയ്തു, എനിക്ക് ഈ 1,000-ൽ 20% ഡിസ്കൗണ്ട് കിട്ടി.
1000-ന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 ആണ്. ഈ 200 എന്ത് ചെയ്തു? എനിക്ക് ലാഭമായി. എനിക്ക് കൊടുക്കണ്ട. സോ ഞാനിനി എത്ര രൂപ കൊടുത്താൽ മതി? ഈ 1000-ന്ന് 200 കുറയ്ക്കുമ്പം $800 പേ ചെയ്താൽ മതി. അല്ലേ? എനിക്കിവിടെ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് കിട്ടി. ഇതാണ് ആക്ച്വലി ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡ് അതായത് ആ കച്ചവടത്തിൽ ആ ഗുഡ്സിൻ്റെ ആ ഒരു ട്രേഡ് സമയത്ത് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പം ഈ ABC ക്ലോത്തിങ് സ്റ്റോറിന് ക്യാഷ് ആയിരിക്കും കൊടുക്കുക, ചിലപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ആയിരിക്കും കേട്ടോ. ആൻഡ് നമ്മൾ ഈ ഡിസ്കൗണ്ട് എമൗണ്ട്, ഈ 200 എന്ന് പറയുന്ന ഡിസ്കൗണ്ട് എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ്ലി കാണിക്കാറില്ല. അതായത് നമ്മളിപ്പം ബില്ല് കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ കമ്പനിയിൽ, അതായത് ഈ ABC കമ്പനി അവരുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് 200 ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് കാണിക്കാറില്ല. അതുപോലെ തന്നെ ഞാനും എന്ത് ചെയ്യാറില്ല, എൻ്റെ FSC പോയിട്ട് എനിക്ക് 200 ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് കാണിക്കാറില്ല. അതാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ടിലുള്ളൊരു മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡിസ്കൗണ്ട് എമൗണ്ട് എന്ത് ചെയ്യില്ല, സെപ്പറേറ്റ്ലി കാണിക്കില്ല. ആകെ ഇവിടെ വന്ന പർച്ചേസ് 800 എന്നും പറഞ്ഞ് ഞാൻ കാണിക്കും, ആൻഡ് ഇവർ വന്നിട്ട് സെയിൽസ് 800 എന്ന് കാണിക്കും. അത്രേ കാണിക്കുള്ളൂ. അപ്പം നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് ഇതൊക്കെയാണ്. ട്രേഡ് ഡിസ്കൗണ്ട് ഈസ് ഗിവൺ അറ്റ് ദ ടൈം ഓഫ് സെയിൽസ്. നമ്മൾ ആ സെയിൽസ് നടക്കുന്ന സമയത്ത് കൊടുക്കുന്നതാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലിസ്റ്റ് പ്രൈസ്. അതായത് ആ പ്രൈസിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുക. നമ്മളിത് എന്ത് ചെയ്യില്ല, അക്കൗണ്ടിങ് റെക്കോർഡ്സിലൊന്നും റെക്കോർഡ് ചെയ്യില്ല. ആൻഡ് നമ്മൾ ഈ ട്രേഡ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പർപ്പസ്, എൻ്റെ ഉദ്ദേശം എന്താണ്? ബൾക്കായിട്ട് ആൾക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കസ്റ്റമേഴ്സിനെ കുറച്ചുകൂടെ അട്രാക്റ്റ് ചെയ്യിക്കുക. ഇതിനൊക്കെയാണ് നമ്മൾ ഈ ട്രേഡ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത് സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഞാൻ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങി ക്രെഡിറ്റിന്. ക്രെഡിറ്റിന് ഞാൻ കുറച്ച് ഗ്രോസറി ഐറ്റംസ് പർച്ചേസ് ചെയ്തു. അപ്പം ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് ഞാനൊരു $500 പർച്ചേസ് ചെയ്തതെന്ന് വിചാരിക്കുക. ആൻഡ് ക്രെഡിറ്റിനാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ പിന്നെ തരാം, എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. അപ്പോൾ പുള്ളി പറഞ്ഞു 5 ദിവസത്തിനുള്ളിൽ 5 ദിവസത്തിനുള്ളിൽ ഈ $500 പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് തരും എന്ന് പറഞ്ഞു, ഒരു 2% ഡിസ്കൗണ്ട് തരാം എന്ന് പറയാൻ. ഇതാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്, സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ആ ക്യാഷിൻ്റെ ബേസിസിൽ ആ ക്യാഷ് എന്ത് ചെയ്ത് തരാം, ആ ക്യാഷിലൊരു ഡിസ്കൗണ്ട് തരാം എന്ന് പറയുന്നതാണ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിനെ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ദിവസത്തിനുള്ളിൽ ഈ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റും. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ 500-ന്റെ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10 ആണ്. ഞാൻ ഈ $10 പേ ചെയ്യണ്ട. അതെനിക്ക് എന്താണ്, ലാഭമാണല്ലേ. സോ ഞാൻ 5 ദിവസത്തിന് ശേഷം കൊടുക്കാൻ നോക്കും, അതിന് മുന്നേ കൊടുക്കാൻ നോക്കും. ആ 5 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ നോക്കും. കാരണം $10 എനിക്ക് ലാഭിക്കാം. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ ആ സപ്ലയറിന് ക്യാഷ് നേരത്തെ കിട്ടുകയും ചെയ്യും. സോ ഇതിനാണ് നമ്മൾ ഈ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ഈ ഡിസ്കൗണ്ട് എമൗണ്ട് ആയിട്ടുള്ള $10 ഇല്ലേ, ഇത് നമ്മൾ സെപ്പറേറ്റ്ലി എന്ത് കാണിക്കും, സെപ്പറേറ്റ്ലി ബുക്സിൽ റെക്കോർഡ് ചെയ്യും. ആൻഡ് ഇത് ക്രെഡിറ്റ് സെയിൽസിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്രെഡിറ്റ് സെയിൽസിന് മാത്രമേ നമ്മൾ ഈ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. സോ നമ്മൾ സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് എന്തിനാണ്, ഇയർലി പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ആൻഡ് നമ്മൾ അക്കൗണ്ടിങ് ബുക്സിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും നമ്മുടെ ഡിസ്കൗണ്ട് എമൗണ്ട്. ക്വിക്ക് പേയ്മെൻറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക്
ഇതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. സോ നമുക്ക് സിറ്റുവേഷൻ വെച്ചിട്ട് ട്രേഡ് ഡിസ്കൗണ്ടിൽ വരുമ്പോൾ എങ്ങനെയാണ്, ക്യാഷ് ഡിസ്കൗണ്ടിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വൈ ഗിവൺ, നമ്മൾ എന്തിനാണ് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് നമുക്ക് ബൾക്കായിട്ടുള്ള പർച്ചേസസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ബൾക്ക് പർച്ചേസ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സിന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ ട്രേഡ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇനി ക്യാഷ് ഡിസ്കൗണ്ടിൽ നമ്മൾ ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഇയർലി പേയ്മെൻറ്റ് എന്നുള്ളതാണ്. നമുക്ക് എത്ര നേരത്തെ നമുക്ക് ആ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അതിന് വേണ്ടിയിട്ട്. സോ ഇയർലി പേയ്മെൻറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ഡിസ്കൗണ്ട് കൊടുക്കാമെന്ന് നമ്മൾ എപ്പോഴാണ് ഡിസൈഡ് ചെയ്യുക? വെൻ ഡിസൈഡ്, എപ്പോൾ? ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ആ സെയിൽസിൻ്റെ ടൈമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷെ ക്യാഷ് ഡിസ്കൗണ്ട് എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്. ഇവിടെ പേയ്മെൻറ്റ് സമയത്താണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. നേരത്തെ 5 ദിവസത്തിന് മുന്നേ അല്ലെങ്കിൽ ആ 5 ദിവസത്തിനുള്ളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യും. 5 ദിവസത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യില്ല. സോ പേയ്മെൻറ്റ് ടൈമിലാണ് ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ക്യാഷ് ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ ട്രേഡ് ഡിസ്കൗണ്ട് അത് ക്യാഷ് ആയാലും ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആയാലും നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബട്ട് ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സെയിൽസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ക്രെഡിറ്റ് സെയിൽസിന് മാത്രമേ നമ്മൾ ഈ ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളൂ. സോ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനാണ്, നമുക്ക് ബൈ മോർ, ഒരുപാട് മേടിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എന്ത് ചെയ്താൽ മതി, കുറച്ച് കൊടുത്താൽ മതി, പേ ലെസ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേ ഏർലി, നമുക്ക് നേരത്തെ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓൾസോ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മണി സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിനി ഇതിൻ്റെ രണ്ടിൻ്റെയും ജേർണൽ എൻട്രീസ് കൂടെ നോക്കാം. ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ജേർണൽ എൻട്രീസ് നമ്മളിവിടെ സെല്ലറിൻ്റെയും അതുപോലെ തന്നെ ബയറിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂവിലുള്ള എൻട്രീസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതായത് $1000 ലിസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു, നമ്മൾ ടാഗിലുള്ള വില. അതിന് നമുക്ക് 10% ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടി. അപ്പം നമ്മൾ എത്ര പേ ചെയ്താൽ മതി, $900 പേ ചെയ്താൽ മതി അല്ലേ? സോ നമുക്കിനി സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. സോ ഈ 900 മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ. ഈ 10% ഡിസ്കൗണ്ടിൻ്റെ കാര്യം നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ടിൽ മെൻഷൻ ചെയ്യില്ല. സോ സെല്ലറിനെ സംബന്ധിച്ച് എന്ത് നടന്നു, സെയിൽസ് നടന്നു അല്ലേ, ക്യാഷ് കിട്ടി. ക്യാഷ് ഓർ റിസീവബിൾസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാഷ് ഓർ റിസീവബിൾസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ക്യാഷിനാണ് വിറ്റതെങ്കിൽ ക്യാഷ് കിട്ടും, ക്രെഡിറ്റിനാണെങ്കിൽ റിസീവബിൾസ്. ഇതെന്താണ്, അസറ്റാണ്. ഇവിടെ അസറ്റ് കൂടിയത് കൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എത്ര രൂപ, $900. സെയിൽസ് നടന്നിട്ടുണ്ട്, സെയിൽസ് ഇൻകമാണ്. ഇൻകം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എത്ര രൂപ, $900. ഇതാണ് സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇനി ബയ്യറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്തു. സോ പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിക്കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. എത്ര രൂപ, $900. ഓൾസോ ക്യാഷ്, നമ്മൾ ക്യാഷ് കൊടുത്താണ് പർച്ചേസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി നമ്മൾ ക്രെഡിറ്റിനാണ് സാധനം വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സപ്ലയറിന് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം, അവിടെ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ പേയബിൾസ് എന്ന് പറയുന്ന ലയബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ലയബിലിറ്റി കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ജേർണൽ എൻട്രീസ്. ഇനി നമുക്ക് സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ടിൻ്റെ ജേർണൽ എൻട്രി നോക്കാം. ഇവിടെയും നമുക്ക് ബയറിൻ്റെയും സെല്ലറിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂ വെച്ച് തന്നെ നോക്കാം. സോ ഫസ്റ്റ് ബയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, സാധനം പർച്ചേസ് ചെയ്യുന്ന ആൾ. സോ ഇവിടെ നമുക്ക് 2 ടൈമിൽ നമ്മൾ ജേർണൽ എൻട്രീസ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്തും 2 പേയ്മെൻറ്റ് സമയത്തുള്ള ജേർണൽ എൻട്രീസ് ഉണ്ട്.
ഇതേപോലെ തന്നെ നമുക്ക് സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പർച്ചേസ് എന്ന് പറയുന്നത് സെയിൽസ് ആവും, പേയ്മെൻറ്റിനുള്ളത് അവിടെയും നമുക്ക് ജേണൽ എൻട്രി ഉണ്ട്. സോ ഫസ്റ്റ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് നമ്മൾ എന്ത് ചെയ്തു, സാധനം വാങ്ങി. ഈ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്, അറ്റ് ദ ടൈം ഓഫ് സെയിൽസ് വരുന്നിടത്ത് ക്യാഷ് കൊണ്ട് എഴുതരുത്. കാരണം സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നതേ എവിടെയാണ്? സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ബേസിസിലാവുമ്പോഴാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ടേ കൊടുക്കുന്നത്. സോ അത് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. സോ അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ് ഞാൻ എന്ത് ചെയ്തു, കടത്തിന് സാധനം വാങ്ങി. നോർമൽ ജേണൽ എൻട്രി. കടത്തിന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ഡെബിറ്റ് ചെയ്യും. ബിക്കോസ് പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു. ആൻഡ് പേയബിൾസ് ക്രെഡിറ്റ് ചെയ്യും. എന്തുകൊണ്ട്? നമ്മുടെ ലയബിലിറ്റിയാണ് പേയബിൾസ്. നമ്മൾ ആ ആൾക്ക് കൊടുക്കാനുണ്ട്, നമ്മൾ പേയബിൾ ആണ്. സോ ലയബിലിറ്റി ഇൻക്രീസ് ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ 500 എന്ന് പറയുന്ന എമൗണ്ട് എൻട്രി ചെയ്തത് വേറൊന്നുമല്ല, നമ്മൾ പർച്ചേസ് ചെയ്തത് $500 വാല്യൂ ഉള്ളൊരു ഐറ്റമാണ്. നമുക്ക് ആ ഒരു എക്സാമ്പിളിലോട്ട് പോവാം. നമ്മുടെ ബിൽ എമൗണ്ട് $500 ആണ്. നമ്മളത് 5 ദിവസത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2% ഡിസ്കൗണ്ട് കിട്ടും. അതായത് 500ൻ്റെ 2% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $10 ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ എത്ര കൊടുത്താൽ മതി? $490 കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആക്ച്വലി പർച്ചേസ് ചെയ്തത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് എത്രയാണ്? ഈ 500 ആണ്. നമ്മുടെ ബിൽ എമൗണ്ട് ആയിട്ടുള്ള 500 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, 5 ദിവസത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്താൽ മാത്രമേ ഡിസ്കൗണ്ട് കിട്ടുള്ളൂ. സോ നമ്മൾ പേ ചെയ്യുമോ ഇല്ലോ എന്ന് നമുക്കിപ്പോൾ ഉറപ്പില്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് കാണിക്കാൻ പറ്റില്ല. നമുക്ക് എവിടെ ഡിസ്കൗണ്ട് കാണിക്കാം? അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റിൽ നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ കാര്യം കാണിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ 5 ദിവസത്തിനുള്ളിൽ നമ്മൾ പേ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കും. അപ്പം നമ്മൾ പേ ചെയ്യുമല്ലേ? സോ ഇവിടെ പേയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ച ഈ ലയബിലിറ്റി അല്ലേ, ഇനി അവിടെ ഉണ്ടോ? നമ്മൾ പേ ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ പേ ചെയ്യാൻ പോകുന്നു. ഇവിടെ ക്രെഡിറ്റ് ചെയ്ത സാധനം ഇനി അവിടെ ഇല്ല. സോ ഈ ക്രെഡിറ്റ് ചെയ്ത സാധനം നമുക്ക് കളയണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ക്രെഡിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡെബിറ്റ് ചെയ്യും. പേയബിൾസ് എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. പേയബിൾസ് ഡെബിറ്റ്. കാരണം നമ്മുടെ ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആൻഡ് എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്യാനുണ്ടായിരുന്നത്? $500 ആയിരുന്നു പേ ചെയ്യാനുണ്ടായിരുന്നത്. ആ 500 തന്നെ ഇവിടെ എഴുതും. പേയബിൾസ് 500 ആയി കുറഞ്ഞു. ആൻഡ് നമുക്ക് എന്ത് കിട്ടി? 5 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തിയത് കൊണ്ട് ഡിസ്കൗണ്ട് കിട്ടി. ഡിസ്കൗണ്ട് റിസീവ് ചെയ്തു. ഈ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ആണ്. ഓക്കെ, ഇൻകം കൂടി. സോ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ആൻഡ് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻ്റ് ആണ്, നമ്മൾ പേ ചെയ്യുവാണ്. ക്യാഷ് എന്ത് ചെയ്യും? ക്യാഷ് ഇവിടെ കുറയുന്നുണ്ട്. നമ്മൾ എത്ര രൂപയാണ് പേ ചെയ്യുന്നത്? നമുക്ക് $10 ഡിസ്കൗണ്ട് കിട്ടി. നമ്മൾ ഈ 490 പേ ചെയ്താൽ മതി. സോ 490 ആണ് നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നത്. അത് നമ്മുടെ അസറ്റാണ്. ക്യാഷ് അസറ്റ് കുറഞ്ഞതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇതാണ് ബയറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് വരുന്നത്. ഇനി ഇതേ എക്സാമ്പിളിൻ്റെ ബേസിസിൽ നമുക്ക് സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം. സോ നമ്മുടെ സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ സെയിൽസ് നടക്കുന്ന സമയത്ത് സെല്ലർ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ ക്യാഷ് എന്ന് കാണിക്കില്ല. കാരണം എന്താണ്? ഇത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് ആണ്. സോ ക്രെഡിറ്റ് സെയിൽസ് ആവുമ്പം നമുക്ക് കിട്ടാനുണ്ട്, ക്യാഷ് കിട്ടാനുണ്ട്. സോ റിസീവബിൾസ് നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബിക്കോസ് റിസീവബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റാണ്. അസറ്റ് കൂടി ഡെബിറ്റ്. എത്ര? $500. ഇനി നമുക്കിവിടെ സെയിൽസ് നടക്കുന്നുണ്ട്. സെയിൽസ് ക്രെഡിറ്റ് ചെയ്യും $500 എന്ന്. അത് ഇൻകം ആണ്. ഇൻകം കൂടി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഇനി പേയ്മെൻറ്റ് സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് കിട്ടി. ആൾ 5 ദിവസത്തിനുള്ളിൽ പേ ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും അല്ലേ? എനിക്ക് ക്യാഷ് കിട്ടും. ക്യാഷ് എത്രയാണ് കിട്ടുന്നത്? 490 ആണ് കിട്ടുന്നത്. കാരണം $10 ഡിസ്കൗണ്ട് കൊടുത്തു. $10 തരണ്ട, നിങ്ങൾ 490 തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ് എനിക്ക് 490 ആണ് കിട്ടിയത്. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു.
ആൻഡ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ്. ഓക്കെ, എനിക്ക് എന്ത് ചെയ്തു, ആ $10 എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലേ, കിട്ടാനുണ്ടായിരുന്നത് കിട്ടിയില്ല. അപ്പോൾ അതെന്താണ്, എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടിയത് കൊണ്ട് ഡെബിറ്റ് ചെയ്തു. എത്ര, $10. സോ $10 ഡിസ്കൗണ്ട് അലൗഡ് ഡെബിറ്റ് ചെയ്തു. ആൻഡ് നമുക്കിവിടെ എത്ര രൂപ റിസീവബിൾസ് ഉണ്ടായിരുന്നു, നമുക്ക് $500 റിസീവബിൾസ് ഉണ്ടായിരുന്നു. അസറ്റ്, റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇതാ ഇവിടെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുന്നു, അതായത് കൂട്ടി വെച്ചിരിക്കുന്നു. ഇനി കിട്ടാനുണ്ടോ, ഇല്ല. സോ കുറയ്ക്കണ്ടേ, ഡെബിറ്റിൻ്റെ ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ചെയ്താൽ മതി, റിസീവബിൾസ്. റിസീവബിൾസ് ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് $500 ആയിരുന്നു കിട്ടാനുണ്ടായിരുന്നത്, ഇനി അതുണ്ടോ, ഇല്ല. സോ $500 റിസീവബിൾസ് ക്രെഡിറ്റ് ചെയ്യുക, ബിക്കോസ് അസറ്റ് കുറഞ്ഞു, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, നമ്മുടെ ഡെബിറ്റ് എമൗണ്ട് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് എമൗണ്ട്, ഡെബിറ്റ് ഈസ് ഈക്വൽ ടു ക്രെഡിറ്റ് എമൗണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ട്രേഡ് ഡിസ്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ. സോ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യില്ല, അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ട് ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനൊരു ഡിഫറൻസ് ഇവർ തമ്മിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ലിസ്റ്റ് പ്രൈസിലുള്ള റിഡക്ഷൻ അല്ലേ, അതായത് നമ്മുടെ ആ ടാഗിലുള്ള പ്രൈസ്, അതിൽ വന്ന റിഡക്ഷനാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അതൊരു റിയൽ ട്രാൻസാക്ഷനിൽ വന്ന റിഡക്ഷൻ അല്ല. നമ്മൾ ഇവിടെ ആ എമൗണ്ട്, അതായത് ട്രേഡ് ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് സെയിൽസിന് മുന്നേ ആണ്, അല്ലേ, സെയിൽസിന് മുന്നേ, ബിഫോർ സെയിൽസ്. നമ്മൾ ഈ ഡിസ്കൗണ്ട് ഫിക്സ് ചെയ്യുന്നത് സെയിൽസിന് മുന്നേ ആണ്. സോ ആക്ച്വലി നമുക്ക് ക്യാഷ് കിട്ടിയിട്ടുമില്ല, നമ്മൾ ഡിസ്കൗണ്ട് പ്രൊവൈഡ്, അതായത് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊന്നും പേ ചെയ്തിട്ടുമില്ല. ഓക്കെ, ഇത് നമ്മൾക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, ട്രേഡ് ഡിസ്കൗണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നെറ്റ് എമൗണ്ട്, ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ നമ്മൾ ആ ഡിസ്കൗണ്ട് എന്ത് ചെയ്യാത്തത്, നമ്മൾ റെക്കോർഡ് ചെയ്യാത്തത്. ഓക്കെ, ഇത് നമുക്കൊരു എക്സ്പെൻസും അല്ല, ഇൻകവും അല്ല, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എപ്പോഴാണ് കൊടുക്കുന്നത്, ആഫ്റ്റർ സെയിൽസിന് ശേഷമാണ് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നത്, അറ്റ് ദ ടൈം ഓഫ് പേയ്മെൻറ്റ്, അല്ലേ. സോ ഇവിടെ ഒരു റിയൽ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓർ ലോസ് ഇൻക്ലൂഡഡ് ആണ്. സോ വിൽക്കുന്ന ആളെ സംബന്ധിച്ച് ഇവിടെ വരുന്ന ഡിസ്കൗണ്ട് ഒരു എക്സ്പെൻസും സെല്ലറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ആൻഡ് നമ്മുടെ കസ്റ്റമറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതൊരു ഇൻകവുമാണ്. ഇത് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ലാസ്റ്റായിട്ട് നമുക്കൊന്ന് നോക്കേണ്ടിയിരുന്നത്. നമ്മളപ്പം എന്തൊക്കെയാണ് നോക്കിയത്, നമ്മൾ എന്താണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ളത് നോക്കി, അതുപോലെ തന്നെ എന്താണ് സെറ്റിൽമെൻറ്റ് ഡിസ്കൗണ്ട് എന്നുള്ളത് നോക്കി, അതിൻ്റെ ജേർണൽ എൻട്രീസ് നോക്കി, അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കി, അതുപോലെ തന്നെ നമ്മൾ ആ ഡിസ്കൗണ്ട്, അതായത് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യാത്തതും ക്യാഷ് ഡിസ്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നതും എന്തുകൊണ്ടാണ് എന്നുള്ളതും നോക്കി. സോ ഇത്രയേ ഉള്ളൂ ഓൾ അബൌട്ട് ഡിസ്കൗണ്ട്.